കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ജിദ്ദയിലൊക്കെ പോകാൻ പൂതിണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെന്താ സംഭവിച്ചെന്ന് അറിയില്ല. നമ്മളെ ബോസ് ഉണ്ട് വിളിക്കണം, നിങ്ങൾ ജിദ്ദയ്ക്ക് പോരെന്ന് പറഞ്ഞിട്ട്. ഇവിടെ 1-2 പരിപാടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാന്നും പറഞ്ഞു. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ ഏതായാലും നാളെ ജിദ്ദയ്ക്ക് പോവാണ്. അതിന്റെ മുന്നോടിയായിട്ട് നമുക്ക് ഇവിടുത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാനുണ്ട്. ഞാൻ രാത്രി അലക്കിട്ടതായിരുന്നു, പകുതി മുക്കാലും കാറ്റോണ്ട് തന്നെയാണ് ഉണങ്ങിയിരിക്കുന്നത്. ബാക്കി രാവിലെ നീച്ചു നോക്കിയപ്പോ കുറച്ച് വെയിലുണ്ട്, ആ വെയിലുകൊണ്ട് ബാക്കിയും അങ്ങോട്ട് ഉണങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ആ പരിപാടിക്ക് അങ്ങോട്ട് തീർന്നിട്ടുണ്ട്. ഇന്നിപ്പോ വെള്ളിയാഴ്ചയും കൂടിയാണ്. അടുത്തുള്ള ബകാല നോക്കിയപ്പോ ഒരു തുറന്നിട്ടില്ല. നേരെ റോഡിന്റെ കുറച്ച് അപ്പുറത്തുള്ള ബകാലയെ പോയിട്ട് ഇന്നെന്താ അറിയില്ല, രാവിലെ തന്നെ നീച്ചപ്പോ ചെറിയ ചൂടോട് കൂടിയുള്ള വെയിലാണ്. ഇവിടെ ഒരു സംഭവം എന്താന്ന് വെച്ചാൽ നമ്മൾ കൊറിയാത്തിൽ വന്നതിന് ശേഷം ഇതുവരെ AC ഇട്ട് കിടന്നുറങ്ങിയിട്ട് AC ഇടേണ്ട ആവശ്യം നമുക്ക് വന്നിട്ടില്ല. ഇനി ജിദ്ദ പോയ AC ഇടാതെ കിടന്നുറങ്ങാനും പറ്റൂല. ബകാലെ പോയിട്ട് 2 കോഴിമുട്ടയും കുബൂസൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് ഓംപ്ലേറ്റ് അടിച്ച് അതിന്റെ മേലേക്ക് കുബൂസ് ഇട്ട് കൊടുത്തിട്ട് അതാണ് രാവിലത്തെ നമ്മുടെ ഫുഡ്. രാവിലെ നമുക്ക് ഇതന്നെ ധാരാളം, അതിന്റെ കൂടെ ചായ ഉണ്ട്. ഇന്നത്തെ നമ്മളെ ഉച്ചക്കത്തെ സ്പെഷ്യൽ എന്തുണ്ടാകുന്ന വെച്ചാൽ ബിരിയാണിയാണ്. ജിദ്ദയിലായാലും ഇവിടെ ആയാലും നമ്മൾ വെള്ളിയാഴ്ച എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഇല്ലാതെ ഒരു പരിപാടിയും ഇല്ല. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നല്ല ഫുഡ് തിന്നത് നമ്മളിങ്ങനെ കുറെ പൈസ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? ഇതിനിപ്പോ അതിനായിട്ട് ചെലവൊന്നും ഇല്ല. ഇതിന് നല്ല ഐസ് ആയിരുന്നു. ഞാൻ കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെച്ച് അപ്പോത്തിന് മെൽറ്റ് ആയിക്കണം. തൊട്ടപ്പുറത്ത് അതിർത്തി പാകിസ്ഥാനിലേക്ക് നോക്കിയപ്പോൾ ഓരോ ബിരിയാണി തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഓരും അവിടെ ചിക്കന്റെ പരിപാടിയൊക്കെ തുടങ്ങിയിരിക്കണം. ഓരോ ബിരിയാണി എന്താന്ന് വെച്ചാൽ അതൊരു വേറെ തന്നെ ടേസ്റ്റാണ്. ആ ടേസ്റ്റ് നമുക്ക് പറ്റൂല. വെള്ളിയാഴ്ച എല്ലാവരും കുറച്ച് നേരം വൈകിട്ടാണ് നീക്കുക. ഞാൻ പണി തുടങ്ങി പകുതിയൊക്കെ ആയപ്പോൾ നമ്മളെ റാഫിണ്ട് നീച്ചു വരുന്നത്. എന്നാ ചിക്കനൊക്കെ ഇജാണ്ട് കഴിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ള പരിപാടിയുമ്പോൾ കണ്ട് നിന്ന്. നമ്മളിവിടെ ബിരിയാണി ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന അരി ഏതാന്ന് വെച്ചാൽ ജീരകശാലന്റെ അരിയാണ്. അങ്ങനെ നമ്മളെ ബിരിയാണിന്റെ മസാല ഏകദേശം റെഡി ആക്കണം. അങ്ങനെ അരി തിളപ്പിക്കാനുള്ള വെള്ളം അവിടെ വേറെ വെച്ചിട്ടുണ്ട്. എല്ലാം വീഡിയോ കാണിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. എല്ലാം ചെടപിടിച്ചിട്ട് ബിരിയാണിയൊക്കെ ദമ്മിട്ട് നമ്മൾ കിച്ചനൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കൂളിങ് കഴിഞ്ഞ് നേരെ പള്ളിയിലേക്ക് ഓടിഞ്ഞു. ഈ പ്രാവശ്യം നമ്മൾ അടുത്തുള്ള പള്ളിക്ക് തന്നെയാണ് പോണത്. നമുക്ക് ഇനി ഏതായാലും അവിടുന്ന് സാധനങ്ങളൊന്നും വാങ്ങാനില്ല. സാധനങ്ങൾ വാങ്ങാനുണ്ടെങ്കിൽ നമുക്ക് മറ്റേ വലിയ പള്ളിയിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഈ പള്ളിയിലേക്കാണെങ്കിൽ നമുക്ക് നടക്കാനുള്ള ദൂരം തന്നെ ഉള്ളൂ കേട്ടോ. പള്ളി കയറി പടേ ഒരു വെള്ളം കുപ്പി എടുത്തുകൊണ്ട് അവിടെ ഇരുന്ന് എന്തായാലും ഉച്ചക്ക് തണുപ്പമെന്നൊക്കെ വിട്ടിട്ട് ചെറിയ ചൂടുണ്ട് കേട്ടോ. നിസ്കാരം കഴിഞ്ഞ് പള്ളിന്റെ അവിടെ നിന്ന് നടന്ന് റൂമിലെത്തിയപ്പോൾ ഈ ചെങ്ങായിക്ക് ഒരേ പരാതി, ഓന്റെ ഒപ്പം വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ നിക്ക് വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് ഓന്റെ കൂടെ ഒന്നൊരു വീഡിയോ എടുത്ത്. ബിരിയാണി ദമ്മ് ഒടിച്ച് കൈക്കലും കഴിഞ്ഞ് വേഗം ഒന്ന് കിടന്ന് ഉറങ്ങണം. ലീവാണെങ്കിലും നമ്മുടെ റാഫിക്ക് ഭയങ്കര ആത്മാർത്ഥതയാണ്. മോട്ടറിന് സ്വിച്ച് നമുക്ക് കൂടെ പുറത്ത് ഫിറ്റ് ചെയ്യേണ്ടായിരുന്നു, അത് നമ്മൾ മറന്നതായിരുന്നു. വൈകുന്നേരം നീച്ച പാടുണ്ട് റാഫി അതൊക്കെ ഫിറ്റ് ചെയ്യണം. വൈകുന്നേരം എണീറ്റപ്പോഴാണ് എനിക്കൊരു പൂതി, എല്ലാവർക്കും നമ്മളൊക്കെ പായസം ഉണ്ടാക്കി കൊടുത്താലോ. നേരെ ബകാലെ പോയിട്ട് അതിനുള്ള സാധനങ്ങളും മേടിച്ചു കൊടുന്ന് സേമിയ പായസം നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മളതായ സ്റ്റൈലായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ പല കുറവുകളും ഉണ്ടാവും. നമ്മളിവിടെ കൂടുതൽ ഉഷാറാക്കാനൊന്നും നിൽക്കലില്ല, എന്നാലും ഉണ്ടാക്കണതൊക്കെ ഉഷാറാവലുണ്ട് അൽഹംദുലില്ലാ. കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ തന്നെ നമ്മൾ സാധനം ഉണ്ടാക്കി എല്ലാവരും കുടിച്ചു നോക്കട്ടെ. നമ്മളെ പായസം എല്ലാവർക്കും ഓരോ ഗ്ലാസ് പായസം കൊടുത്ത് എല്ലാവരും കുടിച്ചു നോക്കി നല്ല അഭിപ്രായമായിട്ടാണ് പറഞ്ഞത്. ഇനി നമ്മൾ നേരെ ഇനി മലയാളികളുടെ ഷോപ്പായി സിറ്റി ഫ്ലവർ എന്ന ഷോപ്പിലേക്ക് നമ്മൾ പോയോ. അവിടെ ഈ ചെങ്ങായി പാകിസ്ഥാനിക്ക് വേണ്ടി നമ്മൾ പോയത്. ഞാനെടുത്തത് മൊത്തം ഞാനാണ്. 2 വാച്ചും 2 ടീഷർട്ടും 1 പാന്റും കൊണ്ട് പോകും. ഒരു കണക്കിന് പുറത്ത് ഇറങ്ങാതിരിക്കാൻ നല്ലത്. എന്തെങ്കിലും സാധനം കണ്ടാൽ നമ്മൾ അപ്പം വാങ്ങുക. ഇവരൊക്കെ നമ്മളിവിടുത്തെ ഫാൻസ് ആട്ടാ. പിന്നെ നേരെ നമ്മൾ മുബിഷിന്റെ അടുത്ത് ചെന്ന് മുബിഷിനോട് പറഞ്ഞു, മുബിഷറെ നമ്മൾ നാളെ പോവാണ് കേട്ടോ. അവരോട് യാത്ര പറഞ്ഞ് നേരെ റൂമിൽ വന്ന് നമ്മൾ സാധനങ്ങളൊക്കെ സെറ്റാക്കി വെക്കുകയാണ്. നാളെ രാവിലെ നമുക്ക് പോകാനുള്ളതാണ്. അത്രക്കുള്ളൂ. ബാക്കി യാത്രാ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരണ്ടേ. കുറെ ആൾക്കാർ നമ്മളെ വീഡിയോ കാണുന്നതല്ല, ആരും ലൈക്ക് അടിക്കണേ കേട്ടോ.